ഹരി ഓം നമഃ ശിവായ. നമസ്കാരം സുഹൃത്തുക്കളെ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ നമസ്കാരം, സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം, ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് എത്ര പൂജകൾ ചെയ്തിട്ടും, എത്ര പ്രാർത്ഥനകൾ ചെയ്തിട്ടും, എത്ര തീർത്ഥാടനങ്ങളും ചെയ്തിട്ടും ഫലമില്ലാത്ത ചില ആൾക്കാർക്ക് അജ്ഞാതമായിട്ടുള്ള മുൻജന്മശാപങ്ങളോ അല്ലെങ്കിൽ 7 തലമുറ കഴിയുന്നവരനുഭവിക്കണം എന്നുള്ള യോഗമുള്ളവർക്കോ ഇത് ഉതകുന്ന ഒരു ക്രിയ. നാൽപ്പാമര വൃക്ഷത്തിൻ്റെ നമ്മൾ പ്രകൃതിയിലെ ദോഷങ്ങൾ, അതായത് മണ്ണ്, പെണ്ണ്, പൊന്ന്, ഇത്തരത്തിലുള്ള ദോഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ നശിപ്പിക്കുക, മണ്ണ് നശിപ്പിക്കുക, ഇങ്ങനെയുള്ള ദോഷങ്ങളാണ് മറ്റൊരാളുടെ പൊന്ന്, അതായത് പൊന്ന് കളവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരാളുടെ ജീവിതത്തിലെ സമ്പാദ്യങ്ങൾ മുഴുവൻ നമ്മൾ ഏതെങ്കിലും തരത്തിൽ തട്ടിയെടുക്കുക, ഇതൊക്കെ അവരുടെ ശാപങ്ങൾ അവിടെ ഉണ്ടാവും. അതിൽ പ്രധാനമായിട്ട് പറയുന്ന മണ്ണിനെ നശിപ്പിച്ച ദോഷത്തിന് പരിഹാരമാണ് ഇന്നത്തെ ഈ 4 എപ്പിസോഡ്. 2 എപ്പിസോഡ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ പ്രധാനം കൊടുക്കുന്നത് അരയാലിനാണ്. നമ്മൾക്കറിയാം, അരയാൽ എന്ന് പറയുന്നത് ദേവവൃക്ഷം, ദേവരാജാവാണ്, അതായത് വൃക്ഷരാജാവാണ്. എല്ലാ ദേവന്മാരും അരയാലിൽ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. സ്ത്രീ ദേവനായിക്കോട്ടെ, പുരുഷ ദേവനായിക്കോട്ടെ. നമ്മളുടെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. മണ്ണ് നശിപ്പിച്ച ആൾക്കാർ ആരും അന്ന് കാലത്ത് വളരെ പ്രഗത്ഭരായി തീർന്നിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് നിങ്ങൾ ആ ചരിത്രങ്ങളൊക്കെ നോക്കുക, നശിച്ച് നാറാണക്കല്ലായിട്ടുണ്ടാവും. ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ ഈ ഇഷ്ടിക പിടിക്കുന്നൊരു പരിപാടി, അതുപോലെ കളിമണ്ണെടുത്ത് കൊണ്ടുള്ള ഒരു ജോലിയൊക്കെ ഒരു കാലത്ത് പ്രഗത്ഭമായി നടന്നിരുന്നു. അവരൊക്കെ പ്രഗത്ഭന്മാർ. ഇന്ന് അവരുടെ അവസ്ഥ, അവരുടെ മക്കളുടെ അവസ്ഥയൊക്കെ വളരെ ശോചനീയമാണ്. ഞാൻ എന്തിനാ ഈ കാര്യം ഇവിടെ പറഞ്ഞതിൽ നിങ്ങൾക്ക് ചെറിയൊരു പ്രചോദനം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറയുന്ന കാര്യത്തിൻ്റെ പ്രസക്തി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇന്നിവിടെ സൂചിപ്പിച്ചത്. നശിച്ച് നാറാണക്കല്ലായിരിക്കുന്നതായി കാണാം. അപ്പം താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ മറ്റുള്ള ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യരുത്. ഈ ജന്മത്തിലോ ഇങ്ങനെയായി, ഇനി അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ നമ്മളതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു അച്ഛനമ്മയ്ക്കും നല്ലൊരു കുടുംബത്തിലും ഒന്ന് ജനിച്ച് മോക്ഷഗതി വരുത്തണേ, ഭഗവാന്റെ തൃപ്പാദത്തിൽ എൻ്റെ ആത്മാവിനെ ചേർക്കണേ. ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മറ്റുള്ളവർ നശിക്കാനോ മറ്റുള്ളവർക്ക് ദുഷ്കർമ്മങ്ങൾ ചെയ്യാനോ ഒന്നും നമ്മൾ നിൽക്കാൻ പാടില്ല. ഒരുപാട് പേര് വരുന്നുണ്ട്, അവനെ നശിക്കണം, എന്നെ ചെയ്ത ആള് അവൻ നശിക്കണം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അതൊന്നും ചെയ്തു കൊടുക്കാറില്ല. എനിക്കറിയാഞ്ഞിട്ടല്ല, ഞാനത് ചെയ്യാറില്ല. പിന്നെ ചെയ്യും നമ്മൾ ഗുരു എന്തിനാ പിന്നെ ഇതൊക്കെ പഠിപ്പിച്ച എന്നുള്ള രീതിയിൽ വരുമ്പോൾ ആ ഒരാളെ കൊണ്ട് ഒരുപാട് ദോഷങ്ങൾ സമൂഹത്തിന് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ കുടുംബത്തിന് വരുന്നുണ്ടെങ്കിൽ അത് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് ചെയ്യാറുള്ളൂ. അത് ചെയ്താൽ മാത്രം പോരാ, അതിന് ഒരുപാട് പ്രിക്കോഷനുണ്ട്. ഒരുപാട് തീർത്ഥാടനങ്ങളും അതിൽ നിന്ന് കിട്ടുന്ന പൈസകൾ വിധാനങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ട് അത് റിസ്ക് ആയതുകൊണ്ട് പരമാവധി അത്തരം കാര്യങ്ങൾ ചെയ്യാറില്ല.
ബോധ്യപ്പെട്ടെങ്കിൽ ചെയ്യാറുണ്ട്. കാരണം ആദ്യം വരുന്നവർ അവരുടെ നന്മ മാത്രമേ പറയുള്ളൂ, തിന്മ പറയില്ലല്ലോ. അപ്പം നന്മ ഉള്ള ആളാണ് എന്ന് തോന്നിയാൽ അവർക്കത് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്യാം. അതാണ് നമ്മുടെ കർമ്മഫലം. നീ നിൻ്റെ കർമ്മം ചെയ്യണം, അതിൻ്റെ ഫലം ഞാൻ തന്നുകൊള്ളാം എന്ന് ഭഗവാൻ. അപ്പോൾ എല്ലാം സർവത്രം ബ്രഹ്മാർപ്പണം സമർപ്പയാമി എന്ന സങ്കല്പത്തിൽ ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ മുൻജന്മശാപങ്ങൾ, മണ്ണ് നശിപ്പിക്കുക, വനങ്ങൾ നശിപ്പിക്കുക, പ്രകൃതി നശിപ്പിക്കുക എന്ന ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് അരയാലിനെ നമ്മൾ പ്രീതിപ്പെടുത്തുക. ദേവവൃക്ഷമായിട്ടുള്ള വൃക്ഷരാജാവായിട്ടുള്ള അരയാലിനെ എങ്ങനെ പ്രീതിപ്പെടുത്തി നമ്മുടെ ധനപരമായ ആ തടസ്സങ്ങളെ മാറ്റാം എന്നതിനാണ്. അരയാലാവുമ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അരയാലും ഉണ്ടായിരിക്കും. അപ്പോൾ വെളുത്ത ദിവസം, അതായത് പൗർണമിക്കാണ് ഈ കർമ്മം ചെയ്യേണ്ടത്. അരയാലിനെ വെളുത്ത പൗർണമി ദിവസം കാലത്താണ് ചെയ്യേണ്ടത്. പേരാലും ഇത്തിം കറുത്ത പക്ഷത്തിൽ സന്ധ്യയ്ക്കാണ് ചെയ്യേണ്ടത്. അരയാലിനെയും അത്തിയും വെളുത്ത പക്ഷത്തിലെ പൗർണമി ദിവസമാണ് ചെയ്യേണ്ടത്. അതിനെന്താ വേണ്ടതെങ്കിൽ കാലത്ത് കുളികുറി ജപാദികളൊക്കെ കഴിഞ്ഞ് നിത്യകർമ്മങ്ങൾ എന്തായാലും ചെയ്യണം. ആ പിതൃക്കളെ മോക്ഷപ്പെടുത്തുന്ന ക്രിയ എന്തായാലും ചെയ്യണം. അതുപോലെ കറുത്ത പക്ഷത്തിലെ കറുത്ത വാവിന് നമ്മൾ ശിവങ്കൽ ക്ഷീരധാര, പശുവിൻ്റെ പാലുകൊണ്ട് ക്ഷീരധാര ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറുത്ത പശുവിൻ്റെ ആണെങ്കിൽ നന്നായി, അതൊന്നും ഇപ്പോൾ കിട്ടില്ല. അങ്ങനെ ചെയ്യാൻ പറ. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അതുപോലത്തെ ഒരു കർമ്മം തന്നെയാണ് ഇന്നും പറഞ്ഞു തരുന്നത്. നാൽപ്പാമര വെള്ളം തലേദിവസം തിളപ്പിച്ചിടണം. അത് ചൂടാറുമ്പോൾ അത് അരിച്ച് അതിൻ്റെ തെളി എടുക്കണം. അതിൽ തേനൊഴിക്കണം. കുറഞ്ഞത് ഒരു 250 ഗ്രാമെങ്കിലും തേനൊഴിക്കണം. 1 ലിറ്റർ 1.5 ലിറ്ററോളം വെള്ളത്തിൽ. മധുരം ഉണ്ടാവണം എന്നർത്ഥം. തേൻ കൊണ്ട് വനവൃക്ഷ രാജാവായിരിക്കുന്ന അരയാലിൻ്റെ മന്ത്രങ്ങളുണ്ട്. അതൊന്നും ചൊല്ലണമെന്നില്ല. സാധാരണക്കാരന് അതൊന്നും നടക്കില്ല, പഠിക്കലൊന്നും നടക്കില്ല. നമുക്കറിയാം, അരയാലിൻ്റെ കടഭാഗത്ത് ബ്രഹ്മദേവനും മധ്യഭാഗത്ത് വിഷ്ണുവും ശിരോഭാഗത്ത് ശിവനും കുടികൊള്ളുന്നു എന്ന് നമുക്കറിയാം. മറ്റ് 33 കോടി ദേവചൈതന്യങ്ങളും അരയാലിൽ കുടിയിരിക്കുന്നു എന്ന് നമ്മൾക്കറിയാം. ആ സങ്കല്പത്തിലാണ് ഇവിടെ നമ്മൾ പ്രദക്ഷിണം ചെയ്യേണ്ടത്. ശിവങ്കല് ശിവക്ഷേത്രം ആയിക്കോട്ടെ, വിഷ്ണു ക്ഷേത്രം ആയിക്കോട്ടെ, ദേവീക്ഷേത്രം ആയിക്കോട്ടെ, എവിടെയായാലും കുഴപ്പമില്ല. ആ അരയാൽ അല്ലെങ്കിൽ ഏത് പറമ്പിലായാലും കുഴപ്പമില്ല, റോട്ടിലായാലും കുഴപ്പമില്ല, എവിടെയായാലും അരയാലായിരിക്കണം. അതിനെ ഒരു നെയ്വിളക്ക് കൊളുത്തി അതിൻ്റെ കടഭാഗത്ത് സങ്കല്പിച്ച് ബ്രഹ്മദേവനോട് പ്രാർത്ഥിക്കുക. മധ്യഭാഗത്ത് മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുക. ശിരത്ത് മുകളിലേക്ക് നോക്കി ശിവനെയും പ്രാർത്ഥിക്കുക. അതിനുശേഷം ഈ തേൻ ചേർത്ത ഈ നിവേദ്യം ഞാനും എൻ്റെ പൂർവികരും ജന്മത്തിലോ മുൻജന്മത്തിലോ പ്രകൃതി സംബന്ധമായ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാവ് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഭൂമി നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായി ദേവീദേവന്മാരെ എന്നോട് അനുഗ്രഹിക്കണേ എന്ന് സങ്കല്പിച്ച് നമ്മൾ ഇതിന് 3 പ്രാവശ്യം ഈ തീർത്ഥം നമ്മൾ ഇതിൻ്റെ തടിയിൽ വീഴത്തക്ക രീതിയിൽ 3 പ്രാവശ്യം ബലം വച്ച് ഒഴിക്കണം. അതിനുശേഷം ശിവനെ 3 പ്രാവശ്യം സങ്കല്പിച്ച് വലം വയ്ക്കുക.
മഹാവിഷ്ണുവിനെ 4 പ്രാവശ്യം സങ്കല്പിച്ച് വലം വയ്ക്കുക. ബാക്കി വരുന്ന സംഖ്യ ബ്രഹ്മദേവനെ സങ്കല്പിച്ച് മൊത്തം 12 തവണ പ്രദക്ഷിണം വയ്ക്കണം. ഈ രീതിയിൽ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഞാനോ എൻ്റെ പൂർവികരോ ജന്മത്തിലോ മുൻജന്മത്തിലോ ഏതെങ്കിലും തരത്തിൽ ദോഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് തന്ന് ധനധാന്യ സമൃദ്ധി തരണേ, ഐശ്വര്യാഭിവൃദ്ധി തരണേ, കടങ്ങളിൽ നിന്ന് മോചനം തരണേ എന്ന് ആത്മാർത്ഥമായി കണ്ണുനീരുകൊണ്ട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ കടക്കെണിക്ക് ഈ പ്രകൃതി സംബന്ധമായ ദോഷങ്ങളാണ് എന്നുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് കടം വീടാനുള്ള റിസോഴ്സ് നമുക്ക് ആ പ്രകൃതി തന്നെ കാണിച്ചു തരും. ഒരുപാട് പേര് ഇവിടെ വന്ന് ചെയ്ത് ഫലം കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഫലം കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയം അതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 6 മാസം കൂടുമ്പോൾ ഈ 4 വൃക്ഷങ്ങളെയും സേവിക്കുക, ഇതേപോലെ തന്നെ സേവിക്കുക. ഐശ്വര്യാഭിവൃദ്ധി എന്തായാലും നിങ്ങളുടെ വീട്ടിൽ അനുഭവിക്കാം. ഒരുപാട് നാൾ ഗുരുക്കന്മാരുടെ പിന്നാലെ നടന്ന് കല്ലടിക്കോടായിക്കോട്ടെ, ബ്രാഹ്മണ സമുദായത്തിലായിക്കോട്ടെ, മറ്റുള്ള ഏത് സമുദായത്തിൽ കൂടെ ആയാലും ഹരിജൻ വിഭാഗത്തിലുള്ള ആയിക്കോട്ടെ, ഒക്കെ പഠിച്ചു ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയ ഈ അറിവുകൾ, കൊച്ചു കൊച്ചറിവുകളാണ് ഇപ്പോൾ ഞാൻ ഇതിൽ ചാനലിലൂടെ ഇടുന്നത്. വലിയ വലിയ ഷഡ്കർമ്മവാദദോഷങ്ങൾ തീർക്കേണ്ടതൊക്കെ ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കഴിഞ്ഞാൽ അതിലേക്ക് കടക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടാവണം. ഉണ്ട്, എല്ലാവരും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങളും വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ 1 രൂപ ഫീസ് വാങ്ങിച്ചിരുന്നില്ല, പക്ഷെ ഇപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ദക്ഷിണ മേടിക്കുന്നുണ്ട്. കാരണം ഒരാവശ്യമില്ലാത്ത കുറേ ആൾക്കാർ വിളിച്ച് വെറുതെ വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സിസ്റ്റം വെച്ചത്. എല്ലാവരും അത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ അറിവുകൾ നിങ്ങൾക്കൊരു ദിവസം കൊണ്ട് ഞാൻ പകർന്നു തരികയാണ്. കാരണം എന്നാലെ ഈ അറിവുകളെല്ലാം നശിച്ചു പോവാതിരിക്കാൻ വേണ്ടി. ഞാൻ ജനിക്കുമ്പോൾ ഒരു അറിവും എനിക്ക് കിട്ടിയിട്ടില്ല, ഇവിടെ വന്ന് പഠിച്ചതാണ്. ഈ അറിവുകൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് വേണം ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ വിടവാങ്ങാൻ എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ചാനലായ യൂട്യൂബിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുവെങ്കിൽ, ഈ അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് കുടുംബ പരദേവതയായിരിക്കുന്ന കുടുംബഭദ്രകാളി അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്കും ഗുണങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോ നമഃ ശിവായ.